നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഇരട്ടി ചൂടാണ് ആന്ധ്രാപ്രദേശിലെ രാഷ്ട്രീയ ഭൂമികയ്ക്ക്. YSRCPയിൽ നിന്നും സംസ്ഥാനത്തിന്റെ അധികാരം പിടിച്ചെടുക്കുന്നതിന് TDPയും ജനസേനയും BJPയും ഒരുമിച്ച് കൈകോർത്ത് കഴിഞ്ഞു. ഇപ്പോഴിതാ ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ പുതിയൊരു താരോദയം ഉണ്ടായിരിക്കുന്നു എന്ന ചില സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു. തെലുങ്ക്, തമിഴ് ഭാഷാ ചിത്രങ്ങളിലെ താരമായ അനുഷ്ക ഷെട്ടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിൽ മത്സരിച്ചേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമാണ്. നടൻ പവൻ കല്യാണിന്റെ പാർട്ടിയായ ജനസേന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി അനുഷ്ക ഷെട്ടി മത്സരിക്കുമെന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകയാകുന്നതിന്റെ ഭാഗമായി അനുഷ്ക സിനിമ വ്യവസായത്തോട് വിട പറഞ്ഞേക്കും എന്നും തെലുങ്ക് മാധ്യമങ്ങൾ സൂചന നൽകുന്നുണ്ട്. തമിഴ്നാട് പോലെ തന്നെ സിനിമാ താരങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു നാടാണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. NTR മുതൽ പവൻ കല്യാൺ വരെ നീളുന്ന ആ പട്ടിക പുതിയ താരങ്ങളിലേക്ക് കൂടി ഇപ്പോൾ നീണ്ടുപോകുന്നുണ്ട്. നമുക്കറിയാം, നടി റോജ നിലവിൽ YSRCP മന്ത്രിസഭയിലെ അംഗമാണ്. അവരവിടെ ടൂറിസം വകുപ്പ് മന്ത്രി കൂടിയാണ്. ഇങ്ങനെ ജനപിന്തുണയുള്ള താരങ്ങളെ കളത്തിലിറക്കി തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ്. നമ്മുടെ കേരളത്തിലടക്കം വളരെ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമേ അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ലാതെയുള്ളൂ. നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും അധികം ആരാധകരുള്ളത് സിനിമാ പ്രവർത്തകർക്കും അടുത്തത് ക്രിക്കറ്റ് താരങ്ങൾക്കുമൊക്കെ തന്നെയാണ്. അതിപ്പോഴും തുടരുന്നുണ്ട്. അത് തന്നെയാണ് അവർ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കുന്നതും. ഈ ജനപിന്തുണ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ മുതലാക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് പുതിയ താരങ്ങളെ അവർ പരീക്ഷണത്തിന് ഇറക്കുന്നതും. എന്തായാലും അനുഷ്ക ഷെട്ടി പവൻ കല്യാണിന്റെ പാർട്ടിക്കൊപ്പം ജനസേനയ്ക്കൊപ്പം നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് അവിടെ വലിയ സാധ്യതകൾ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിന്റെ എല്ലാം അന്തിമമായ ഗുണഭോക്താവ് BJP തന്നെയായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.